Hi students, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ്. അതിൻ്റെ ഉള്ളിൽ രണ്ട് പ്രോബ്ലം നേരത്തെ ചെയ്തിരുന്നു. ഒരെണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരുന്നു, ഒരെണ്ണം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ആണ് വരുള്ളൂ. ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഉണ്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, ഡയറ്റ് പ്രോബ്ലംസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് അതിലുണ്ട്. പക്ഷെ അതൊന്നും എക്സാമിന് ചോദിക്കാറില്ല. അത് കാരണം എക്സാമിന് ചോദിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലംസിലേക്ക് നിങ്ങൾ നോക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഒരെണ്ണം കൂടി കാണിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുന്നു. കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മാക്സിമൈസ് z equal to 3x plus 9y subject to the constraints x plus 3y less than or equal to 60, x plus y greater than or equal to 10, x less than y, x greater than or equal to 0, y greater than or equal to 0. First question, draw its feasible region. Find the vertices of the feasible region. Find the minimum value of z subject to the given constraints. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നും, ഇതെല്ലാം കൺസ്ട്രെയിൻസ് ആണ്. ഈ കൺസ്ട്രെയിൻസ് നമ്മൾ ഓരോന്നും ഗ്രാഫാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് എന്താ, എക്സ് പ്ലസ് 3y ദാറ്റ് ഇസ് ഈക്വൾ ടു 60. അപ്പോൾ എക്സും വൈയും, എക്സ് 0 ആണെങ്കിൽ 60/3 എവിടെ എന്ത് വരും, 20. ഇനി y 0 ആണെങ്കിൽ എക്സ് 60. ഓക്കെ, ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഇത് 0 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 20 60. അപ്പോൾ വലിയ നമ്പറാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണ്, യൂണിറ്റ് എഴുതുകയാണ്. യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ് എഴുതിയ. ഇത് 12 ആണല്ലോ, അപ്പോൾ 12 വരെ നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 12 വരെ, ഇതിലും കുഴപ്പമില്ല 12 ഉണ്ട്. ഇനി ഇവിടെയും 12 വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അതുകൊണ്ട് 12 വരെ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താ വേണ്ടത്, എക്സിൽ 20, എക്സ് 0 ആണെങ്കിൽ y 20. ദാറ്റ് മീൻസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 4 മാർക്ക് ചെയ്തു. ഇത് 60, അപ്പോൾ 12 മാർക്ക് ചെയ്യണം. അപ്പോൾ അതാ 12 ഇവിടെ മാർക്ക് ചെയ്യണം. 12 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇത് കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൾ ടു തന്നെയാണ്. ഞാൻ വേഗം ഇത് ലൈനാക്കുകയാണ്. ഓക്കെ, ഇത് ലൈനാക്കി. ഇനി വേണ്ടത്, ഇപ്പോൾ ഈ ലൈൻ, ഈ കാർട്ടീഷ്യൻ പ്ലെയിനെ ഇവിടെയൊക്കെ എപ്പോഴും നിങ്ങൾ എക്സ് ആക്സസ്, വൈ ആക്സസ് ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തേക്കാം. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതാണ് നമുക്ക് ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്നതെന്ന് നോക്കണേ. അപ്പോൾ ഇവിടുന്ന് ഈ 0 0 എടുത്തു. ഈ 0 0 ഇവിടുത്തെ ഈ പോയിന്റിൽ കൊടുത്താൽ 0 + 0 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഞാൻ ഏത് ഭാഗത്തുനിന്നാണ് എടുത്തത്, ആ ഭാഗത്തെ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ഭാഗത്തു നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് ഈ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇതിൻ്റെ ഗ്രാഫിൻ്റെ ഫീസിബിൾ റീജിയൻ ആണിത് അല്ലേ, ഫീസിബിൾ ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും ഫീസിബിൾ സൊല്യൂഷനായി മാറും. ഓക്കെ, മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ ഇവിടെ എക്സ് വൈ വന്നു. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈ 10 ആണ്, വൈ 0 ആണെങ്കിൽ എക്സ് 10 ആണ്. അപ്പോൾ എനിക്ക് 2 പോയിൻറ്റുകൾ കിട്ടി, ഈ 2 പോയിൻറ്റ്. അപ്പോൾ എക്സ് 0 ഉണ്ടോ. ഇനി ഇവിടെ 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ 5 യൂണിറ്റ്സ് എല്ലാം എടുത്തേക്കണേ. അപ്പോൾ അതാ എനിക്കിത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെയും 2 ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെയും വേണ്ടത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2ഉം ഇതും കൂടി ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രീനിൻ്റെ ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വരച്ചു. ഇനി അപ്പോൾ ഈ റെഡ് ലൈൻ കണ്ടോ, ഈ പ്ലെയിനിനെ 2 പാർട്സ് ആക്കി.
കണ്ടോ, ഒരു പാർട്ട് ഇവിടേക്കും ഒരു പാർട്ട് ഇവിടേക്കും. ഇതിൽ ഏതാണ് നമുക്കറിയെങ്കിൽ ഈ 0 0 തന്നെ എടുക്കാം. ഈ 0 0 ഇവിടെ കൊടുത്താൽ 0 + 0 ≥ 10. അതായത് 0 > ആണ് 10. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നല്ല വരണ്ടേ, സൊല്യൂഷൻ എപ്പോഴും ഇവിടേക്കാണ്, മുകളിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടേക്കല്ല, സൊല്യൂഷൻ എപ്പോഴും എവിടേക്കാണ് പോകേണ്ടത്, മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ സൊല്യൂഷനെ മുകളിലേക്ക് പോകുന്നതായിട്ട് മാർക്ക് ചെയ്യാണ്. കാരണം 0 എടുത്തപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആയപ്പോൾ നമുക്ക് ഉറപ്പായി മുകളിലെ, അതായത് ആ സൊല്യൂഷനല്ല, ഈ റീജിയൻ സൊല്യൂഷനല്ല, ഈ റീജിയനാണ് സൊല്യൂഷൻ എന്ന്. ഇനി ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത് x <y എന്നാണ് പറഞ്ഞേക്കുന്നത്. x <y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x - y <0 എന്നെടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് x - y <0 നമുക്ക് എന്ത് ചെയ്യാം, x y കൊടുത്തു. അപ്പോൾ =0 എന്ന് എടുക്കുകയാണ്. x - y =0, അതായത് x = 0. അപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നു, ഇവിടെ എന്ത് ചെയ്യാം, 1 വന്നാൽ 1 വരും, 2 വന്നാൽ 2 വരും. എക്സിന് എന്തെടുത്താലും സെയിം വാല്യൂസ് തന്നെയാണ് നമുക്കിവിടെ വരിക. ഇതാണ് എടുത്തത്, അതാണ് x = y. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒറിജിനിലൂടെ 0 എടുത്താൽ 0 1 1, അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ആ ഗ്രാഫിനെ ഞാൻ ഒറിജിനിലൂടെ പാസ് ചെയ്യിക്കുകയാണ്. എപ്പോഴും ആ ഗ്രാഫ് കറക്റ്റ് ഒറിജിനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടത് വരച്ച് നോക്കണം. ഈ പിങ്ക് ലൈൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇതിൻ്റെ പ്രത്യേകത x ആക്സിസിൽ നിന്നും y ആക്സിസിൽ നിന്നും 45 ഡിഗ്രി ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇത് നിൽക്കുന്നത്. ഇനി ഇതിൽ പറഞ്ഞേക്കുന്നത് x ആണ് വൈയേക്കാളും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാഗത്തുനിന്ന് കൊടുക്കാം, ഈ ഭാഗത്തുനിന്ന് ഒരു സൊല്യൂഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 1 0 എന്ന് പറഞ്ഞ കണ്ടോ, 1 0, ആ 1 0 നമ്മളുടെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ x <y ആണല്ലോ, 1 0. അപ്പോൾ 1 ഇവിടെ ഇട്ടു, <0. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ, സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടത്തേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, ഇവിടെ നിന്ന് കിട്ടി. അപ്പം എനിക്ക് ഇവിടെ ഇത്രയും ഭാഗം മാർക്ക് ചെയ്താലും മതി അല്ലേ, കാരണം എല്ലാത്തിനും പോസിബിൾ ആയിട്ടുള്ളത് ഇവിടെ ഒരു ഇത്രയും ഏരിയയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനി നമുക്ക് എന്താ പറയണേ, എക്സും വൈയും 0 ആവണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഇതാ ഈ ഭാഗം. ഇപ്പം നിങ്ങൾക്കിവിടെ മനസ്സിലാവുന്നുണ്ടോ, ഇതാ ഈ ഭാഗമാണ്. എക്സും വൈയും 0 നെഗറ്റീവ് പാർട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമാണ് നമ്മളുടെ ഫീസിബിൾ, എല്ലാത്തിനും കൂടി വരുന്ന ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്നത്. കണ്ടോ, ഇത് റീജിയനാണ്, മറ്റത് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഇനി ഈ ഓരോ പോയിൻറ്റുകളും നമ്മൾ മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ നമുക്കറിയാം, ഒരു പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള പോയിൻ്റ് ഇത് 0 10 ആണ്, 0 10. ഇത് 0 20 ആണ് പോയിൻ്റ് കിട്ടി. ഇനി ഈ പോയിൻറ്റും അതുപോലെ ഇവിടെ എക്സാക്ട്ലി കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റും കൂടി കണ്ടുപിടിച്ചാലാണ് കോർണർ പോയിൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ സോൾവ് ചെയ്ത് ഈ പോയിൻറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെയും 5 5 എന്നാണ് ഈ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എ എന്ന് കൊടുത്താൽ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ 5 5. ഈ പോയിൻറ്റിന് ബി എന്ന് കൊടുത്താൽ ഇവിടെ 15, ഇതും 15 ആണ്, 15 15. സി എന്ന് പറയുന്ന പോയിൻറ്റ് 0 20. ഇനി ഡി എന്ന് പറയുന്ന പോയിൻറ്റ് 0 10. ഇതാണ് കോർണർ പോയിൻറ്റ്സ്. ഇതിങ്ങനെ സോൾവ് ചെയ്യണേ, ഗ്രാഫാണെങ്കിൽ നേരെ താഴോട്ടെടുത്ത് കൃത്യമായ വാല്യൂസ് നമുക്ക് കിട്ടും. ഇവിടെ നേരെ താഴോട്ട്. അതല്ലെങ്കിൽ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇപ്പോൾ ഈ പിങ്കും റെഡും കൂടി ചേർന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യണം, ഈ പിങ്കും ഗ്രീനും കൂടി ചേർന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യണം. എൻ്റെ ഇവിടെ ആക്യുറേറ്റ് ആവാൻ വേണ്ടി ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ടാണ് ഞാനിവിടെ വാല്യൂ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം ആണോ എന്നറിയാം. ഈ 4 പോയിൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യണം, z നമുക്കറിയാം 3x + 9y ഇതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 5 5 എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ z = 3 × 5 15 + 45 50 60 വന്നു. നമുക്ക് z = 60. അതുപോലെ ഓരോ പോയിൻറ്റ്സും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് ഏതാണോ അതാണ് ഇവിടുത്തെ മാക്സിമം പോയിൻറ്റ്. അതേപോലെ മിനിമം കിട്ടുന്നത് ഏതാണോ അതാണ് മിനിമം പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കറിയാലോ. z = 3x. അപ്പോൾ 3 × 15 + 9 × 15. ചിലപ്പോൾ മാക്സിമം പോയിൻറ്റ് എന്തായിരിക്കും നമുക്ക് കിട്ടുക, ഇതായിരിക്കും അല്ലേ. 45 + 15 × 9
135, അപ്പോൾ 140, 180. നമുക്കിവിടെ 180 കിട്ടുന്നുണ്ട്. അതേപോലെ ഓരോന്നും നോക്കാം. കാരണം ഇത് സി എന്ന് വെച്ചാൽ 0 അപ്പോൾ ഇത് 0 പോയി കഴിഞ്ഞാൽ ഇവിടെ 20 ആണെങ്കിൽ പോലും 9 × 20 180. ഇതും 180 വരുന്നുണ്ട്. അപ്പോൾ 2 ഈക്വൽ പോയിൻറ്റ്സ് ഉണ്ട്. ഇനി ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ 0, ഇത് 0 പോയി ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 90 ആണ് വരുന്നത്. അപ്പോൾ 90 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമം 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 2 പോയിൻറ്റ്സ് എഴുതാം. 0, 20, 15, 50. ഇത് 2 പോയിൻറ്റിൽ ഏതെങ്കിലും ആയിരിക്കും മാക്സിമം വരിക. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതെഴുതാം. ക്ലിയർ ആണല്ലോ. എ കമ്പനി പ്രൊഡ്യൂസ് 2 types of cricket balls A and B. The production time of one ball of type B is double the type A. The company has time to produce a maximum of 2000 balls per day. The supply of raw material is sufficient for the production of 1500 balls, both A and B, per day. The company wants to make maximum profit by making profit of ₹3 from a ball of type A and ₹5 from a ball of type B. Then, first question, by defining suitable variables, write the objective function, write the constraints. How many balls should be produced in each type per day in order to get maximum profit? അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് നെസസറി ഡേറ്റാസാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇസഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു, അല്ലേ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് വേണ്ടത്. ഇസഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു, അതിന് ലാസ്റ്റ് വരിയിൽ നമുക്കൊരു കാര്യം പറഞ്ഞിരിക്കും നോക്കി. ബൈ പ്രൊഡ്യൂസിങ് 3 ഫ്രം ബോൾ ഓഫ് ടൈപ്പ് എ ആൻഡ് 5 ഫ്രം ബോൾ ഓഫ് ടൈപ്പ് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുന്ന് എന്താ സബ്ജക്റ്റ് കിട്ടുക, അതായത് 3x + 5y, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 3x + 5y ഇതാണ് നമ്മുടെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, കൺസ്ട്രെയിൻസ് ഓരോന്ന് കണ്ടുപിടിക്കലാണ്. ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നതെന്ന് നോക്കാം. അതായത് എ കമ്പനി പ്രൊഡ്യൂസസ് 2 types of cricket balls A and B. അപ്പോൾ 2 types ബോളാണ് നമ്മൾ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എയും ബിയും. ഓക്കെ, ദ പ്രൊഡക്ഷൻ ടൈം ഓഫ് 1 ball is type B is double the type. അപ്പോൾ 1B. അപ്പോൾ ഇതാണ് x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് എന്താ, ഡബിൾ ആണ്. അപ്പോൾ 2y എടുത്തു. ഓക്കെ, 2y ഡബിൾ ദ ടൈപ്പ് എ. ദ കമ്പനി ഹാസ് ദ ടൈം ടു പ്രൊഡ്യൂസ് മാക്സിമം 2000. അങ്ങനെയാകുമ്പോൾ മാക്സിമം 2000 ബോൾസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 2y ≤ 2000. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ബോൾ എക്സ്, ബി എന്ന് പറയുന്ന ബോൾ വൈ ആയിട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കൂ. ദ കമ്പനി ഓഫ് റോ മെറ്റീരിയൽ ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് 1500 ബോൾ ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1500 ബോൾസിനുള്ളതാണ് ഉള്ളത്. അതായത് എക്സും വൈയും കൂടി ഉണ്ടാക്കാൻ, രണ്ടും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ x + y സഫിഷ്യൻ്റ് എത്രയുണ്ട്, 1500 ബോൾസാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് പോയിൻ്റ്, ദ കമ്പനി വാണ്ട്സ് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ എല്ലാം മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ x > 0, y > 0. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 2000 ഒരു 1500 ഉണ്ട്. മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് 2000 വരെ ഉണ്ടാക്കാം. ഇത് 2y ആണ്. ഇതിൻ്റെ ഡബിൾ ആണെങ്കിൽ 2000 ആണ്. പക്ഷേ നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളത് 1500 ഉള്ളൂ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടിയ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, x + 2y = 2000. നമുക്ക് എന്ത് ചെയ്യാം, x + y ഇത് 0 ആക്കുക. അപ്പോൾ xy 0 ആക്കി കഴിഞ്ഞാൽ ഇത് 2000 തന്നെയാണ് വരണേ. അപ്പോൾ നമുക്ക് 100 എന്ന് എടുക്കേണ്ടി വരും, അല്ലേ. 1 സെൻറ്റിമീറ്റർ = 100 യൂണിറ്റ് എന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തന്നെ 100 ആണെങ്കിൽ തന്നെ എന്ത് വേണം, 20 മാർക്സ് ചെയ്യണം. ഇനി 105 അല്ലെങ്കിൽ 150 എടുത്തോ. അപ്പോൾ അതനുസരിച്ച് യൂണിറ്റ്. ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ കുഴപ്പമില്ല, 20 വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0 ആണ്, അല്ലേ. അല്ല, x 0 ആണ്, ഇത്
എക്സ് 0 ആണെങ്കിൽ y 1000 ആണ്, ഇത് 0 ആണെങ്കിൽ ഇവിടെയാണ് 2000 വരും. അപ്പോൾ ഇതിങ്ങനെ ഗ്രാഫ് എടുത്തു. മിനിമം 100 എടുത്താൽ ഇവിടെ എന്ത് വരണം, 10ഉം ഇവിടെ 20ഉം വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൾ ടു 1500 അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഉണ്ടോ എക്സും വൈയും. അപ്പോൾ എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1500 ആണ്, ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 1500 ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 1 സെൻറ്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൾ ടു സെയിം സ്കെയിൽ വേണമല്ലോ ഒരെണ്ണത്തിൽ. അപ്പോൾ സ്കെയിൽ എടുക്കുക, മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്താൽ ഇത് എക്സ് വൈ, അപ്പോൾ 100 പോയാൽ 15, ഏകദേശം ഇവിടെ 15 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 വരും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ 15, ഇവിടെയും 15 വന്ന് നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്യും. അതുപോലെ ഇവിടെ വരും, ഇവിടെ 20 വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റീജിയൻ കിട്ടും, ഇങ്ങനെ ഒരു റീജിയൻ നമുക്കവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ റീജിയനിലെ കോർണർ പോയിൻറ്റ്സുകൾ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാക്സിമം മിനിമം നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഈ ചാപ്റ്ററിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറെ ടൈപ്പ് ഉണ്ട്, ഡയറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതൊന്നും നമുക്കില്ല, അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ചെയ്യിക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ആകെ 4 പ്രോബ്ലംസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ കൺസ്ട്രെയിൻസ് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്കൊരു വിഷമമില്ലല്ലോ, നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് വരയ്ക്കാം, ഫീസിബിൾ റീജിയൻ എടുക്കാം, ആ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് എടുക്കാം, അത് മെയിൻ ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ട് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.